അപ്പം ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനോട്, പിതാവിനോട് പറയണം, പിതാവേ, യേശുവിനെ, ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തണം. ഞാൻ ഇത് വായിക്കുമ്പം ക്രിസ്തു എന്നിൽ വെളിപ്പെട്ട് വരണം. ആ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എന്നെ ഇതിന് സഹായിക്കണം, അങ്ങാണല്ലോ എന്നെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞ് ടൈം അലോൺ വിത്ത് ഗോഡ് നമ്മൾ തുടങ്ങാൻ പോവാം. ടൈം അലോൺ വിത്ത് ഗോഡ് എല്ലാ ദിവസവും എവിടെയായിരിക്കണം? വെൻ യു ഹാവ് ടൈം ടു ബി അലോൺ വിത്ത് ഗോഡ്. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ സമയമുള്ളപ്പോഴേ ടൈം അലോൺ വിത്ത് ഗോഡ് ചെയ്യാവുള്ളൂ. അത് 1 മണിക്കൂറാണ്. ആ 1 മണിക്കൂറിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, കുഡ് യു നോട്ട് പ്രേ വിത്ത് മീ ഫോർ 1 hour? ഈ 1 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ബാരിയറാണ്. ഈ 1 മണിക്കൂറാണ് നമ്മൾ ഫ്ലഷ് സ്ട്രഗിൾ ചെയ്യുന്നത്. കാണാമല്ലോ, നമ്മൾ 15 മിനിറ്റ് വരെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വിഷയം പോയി. അരമണിക്കൂർ അങ്ങേയറ്റം, പിന്നെ ഭയങ്കര ടയറിങ്ങാണ്, ഉറക്കം വരുന്നു. ചിലർ എന്നോട് പറയും, തങ്കൂറെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പം അങ്ങ് ഉറക്കം വരിക. അപ്പം ഞാൻ പറയും, ആ സമയത്ത് കിടന്ന് ഉറങ്ങണം. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ ഇരുന്നത് ഉറക്കം വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് അലേർട്ടായിരിക്കുമ്പം ഒന്ന് ഇരുന്നേ. അപ്പോൾ ടു ടൈം അലോൺ ഇസ് ടൈം ഓഫ് അലേർട്ട്നെസ്. എന്താ കാര്യം? എന്താ? യു ആർ ഗോയിങ് ടു ഡൗൺലോഡ് ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് വിച്ച് വിൽ ബിക്കം എ റെവലേഷൻ ആൻഡ് ഇറ്റ് വിൽ ബി ലൈറ്റ് ഓഫ് ലൈഫ്. ജീവൻ്റെ വചനമാണ്, ജീവൻ്റെ വെളിച്ചമാണ്. മറക്കരുത്, ജീവൻ്റെ വെളിച്ചം നമ്മിൽ വരാൻ പോവുക. സോ ജീവൻ, വെളിച്ചം, ജീവൻ രണ്ടുകൂടെ അകത്ത് വരുക എന്ന് പറഞ്ഞാൽ ചൈതന്യം. അപ്പം അതിന് ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം, എനിക്കൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. ഷെഡ്യൂൾഡ് ടൈം മാറിയാലും, കുറച്ച് എക്സ്റ്റെൻഡഡ് ആയാലും, സ്ട്രെച്ച്ഡ് ആയാലും, ഇതൊക്കെ ആരോടെ ഞാൻ പറയുന്നത്? ആഗ്രഹിക്കുന്നവരോടാണ് പറയുന്നത്, ആഗ്രഹിക്കുന്നവരോട്. അപ്പം തുടങ്ങുക, പിതാവേ ഞാൻ ബൈബിൾ വായിക്കാൻ പോവുക, എന്നോട് അങ്ങ് സംസാരിക്കണം. ക്രിസ്തുവിൻ്റെ വെളിപ്പാട് ഇതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് തരണം. അപ്പം അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കാര്യം പിതാവ് വേണം വെളിപ്പെടുത്താൻ. അപ്പോൾ ആ സമയത്ത് എൻ്റെ മൈൻഡ് ഫ്രീ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാവിലെ ഡിവോഷൻ ആകാം, വൈകുന്നേരം ടൈം അലോൺ വിത്ത് ഗോഡ് ആകാം. വീട്ടമ്മമാരാണെങ്കിൽ രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം, ഭർത്താവ് ഓഫീസിൽ പോകണം, വീട്ടിൽ ജോലി ചെയ്യാനുണ്ട്, എന്ത് ചെയ്യണം? കുറച്ച് നേരത്തെ അങ്ങ് എഴുന്നേക്കണം. 5 മണിക്ക് എഴുന്നേക്കുന്നെങ്കിൽ 4 മണിക്ക് എഴുന്നേക്കണം. അപ്പോൾ നിങ്ങൾ ഓർക്കും, ക്ഷീണം വരത്തില്ല. ഒട്ടും ക്ഷീണം വരത്തില്ല. കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ, ഉറക്കം തൂങ്ങിയിരുന്നാലും എനിക്ക് ഒത്തിരി അനുഭവമുണ്ട്. ക്ഷീണിച്ചായിരിക്കുന്നത്, ഇനി ഒരു മീറ്റിംഗ് കൂടെ എന്ന് പറഞ്ഞാൽ, പക്ഷേ ഞാൻ ഏറ്റുപോയി. പക്ഷെ എഴുന്നേക്കുമ്പോൾ ബും എക്സ്പ്ലോഡ് ചെയ്യും. ലൈഫാണ്. കാര്യം എന്താ? ദിസ് ഈസ് ലൈറ്റ് ഓഫ് ലൈഫ്, ജീവൻ്റെ വെളിച്ചമാണ്. സോ ദിസ് ഈസ് വെരി എക്സൈറ്റിംഗ്. അപ്പോൾ തെസ്സലോനിക്കൽക്ക് എഴുതിയ ലേഖനത്തിലാണ് തുടങ്ങേണ്ടത്. ആദ്യമേ തെസ്സലോനിക്കൽക്ക് എഴുതിയ ലേഖനം. കാര്യം ദിസ് ഈസ് ദ ഫസ്റ്റ് ലെറ്റർ, സോ ഐ എം ഗോയിങ് ടു റൈറ്റ്. അത് 1-ാമത്തെ അധ്യായം ഞാൻ വായിക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെ മുമ്പേ ഒരു 200 പേജ് ബുക്കൊന്ന് വാങ്ങിക്കണം, ഒരു പെന്ന് വാങ്ങിക്കണം, ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തിരിക്കാൻ പോവാം. അപ്പം 1 തെസ്സലോനിക്കൽ ഞാൻ വായിക്കാൻ പോവാം. പത്രം വായിക്കുന്നത് പോലെയല്ല. 1 തെസ്സലോനിക്കൽ 1-ാം അധ്യായം. ആ 1-ാം അധ്യായം, 1 തെസ്സലോനിക്കൽ 1-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കണം. 1-ാമത്തെ വാക്യം എന്താ? Paul, Silvanus and Timothy to the church of Thessalonians in God the Father and Lord Jesus Christ. Grace to you and peace from God our Father and the Lord Jesus Christ. ഇങ്ങനെ വേണം വായിക്കാൻ, ഒച്ചത്തി വായിക്കണം. അനി വായിച്ച ഒച്ചത്ത് 1, 2 ഒന്ന് വായിച്ചേ. പൗലോസും സിൽവാനോസും തിമോഥിയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്ന നിങ്ങൾക്ക് കൃപയും. ഈ 2 വാക്ക് ഭയങ്കര എല്ലാ ലേഖനങ്ങളിൽ കാണും, കൃപയും സമാധാനം. കാര്യം സമാധാനം ദൈവരാജ്യത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അസറ്റാണ്. ചിലരുടെ മനസ്സിനകത്ത് പൈസ വലുത്, പൈസയെക്കാളും വലുതാണ് സമാധാനം, ആരോഗ്യം, സമാധാനം, സന്തോഷം. അതൊക്കെ വെൻ യു ആർ റൂട്ടഡ് ഇൻ ദ വേൾഡ്. സോ ഇത് ഇങ്ങനെ വായിക്കാൻ തുടങ്ങുക. സോ ഗിവിങ് താങ്ക്സ് ടു ദ ഗോഡ്, വായിച്ചേ,
ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും. അപ്പം എന്തോ ഒരു വാക്ക് കയറി പിടിക്കുക അല്ലേ, പ്രത്യാശയുടെ സ്ഥിരത. അപ്പം പ്രത്യാശയുടെ സ്ഥിരത ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവും. അപ്പം ദൈവത്തെ നമ്മുടെ പിതാവും സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, അപ്പം ദൈവത്താൽ സ്നേഹിക്കപ്പെടുക. അപ്പോൾ ഞാൻ ദൈവത്തിനാൽ സ്നേഹിക്കപ്പെട്ടവനാണ്. അപ്പോൾ ഇത് എന്നോട് വേണം വായിക്കാൻ, ഒച്ചത്തിൽ വേണം വായിക്കാൻ. വായിച്ചു. സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ എലക്ഷൻ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ അപ്പോൾ ഇവിടെ എന്തോ സംഭവം പിടിക്കണം. അപ്പം ഹോളി സ്പിരിറ്റ് കൂടെ നിൽക്കുമ്പം നമുക്ക് ഒരു 3-4 വാക്യത്തിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെയും പുറകോട്ട് പോകും, പിന്നെയും ഇങ്ങോട്ട് വരും. തെരഞ്ഞെടുപ്പ്, എലക്ഷൻ. അപ്പോൾ തെരഞ്ഞെടുപ്പ് ബിലീവേഡ്. അപ്പം എന്തോ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എങ്ങും പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഹോളി സ്പിരിറ്റ് ഹുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത വചനത്തിനോട് പോകണം എന്ന് പറഞ്ഞാൽ ഒരു അധ്യായം വായിച്ച് തീർക്കുന്നതിനകത്തല്ല, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോട് പെറുക്കി ഒരു വാക്ക് വായിക്കണം. പെറുക്കി ഓരോ വാക്ക് പെറുക്കുമ്പം അതിൽ ചിലത് കൊളുത്തും. അവിടെ നിൽക്കണം, അവിടെ നിന്നിട്ട് പിന്നെയും പ്രാർത്ഥിക്കണം. ഹോളി സ്പിരിറ്റ് എന്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്? ഉടനെ ആ ഭാഗത്തിൽ നിന്ന് ഹോളി സ്പിരിറ്റ് വിൽ സ്റ്റാർട്ട് ടോക്കിംഗ് ടു യു. അപ്പോൾ എങ്ങനെ ടോക്ക് ചെയ്യുന്ന കേൾക്കാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ വായിച്ചുകൊണ്ട് നോയിങ്, അപ്പോഴത്തേക്ക് എലക്ഷൻ എവിടെയോ എലക്ഷൻ വായിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവ് പറഞ്ഞ എലക്ഷൻ എവിടെയാ? പത്രോസ്, നോ എലക്ട് ഓഫ് ഗോഡ്, ചോസൺ ബൈ ഗോഡ്. സോ യു ആർ സ്റ്റാർട്ടിങ് നൗ സ്ലോലി ടു ഗോ ഇൻ ടു ദ വേൾഡ്. അപ്പം ഇവിടെ വരെ വായിച്ചു കഴിഞ്ഞു. കർത്താവിനോട് പ്രാർത്ഥിച്ചു. 200 പേജ് ബുക്കിൻ്റെ രണ്ട് ഭാഗം എങ്ങനെയാണല്ലോ 200 പേജ് ബുക്ക്. അതിൻ്റെ ഈ ഭാഗത്ത് വൺ സൈഡ് ഓഫ് ദ ബുക്ക്. അപ്പം നമ്മൾ ബുക്കിൻ്റെ ഒരു സൈഡിൽ ഈ സൈഡിൽ എന്ത് ചെയ്തു? മുകളിൽ എഴുതി 1 തെസ്സലോനിക്കൽ എഴുതണം. അതിനാ പെന്ന് വാങ്ങിച്ചത്. 1 തെസ്സലോനിക്കൽ 1-ാം അധ്യായം 1, 2, 3 അവിടെ വരെ ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിനകത്തുനിന്ന് ദൈവം എന്നോട് എന്താ സംസാരിച്ചു? ഞാനിപ്പം വായിച്ചപ്പോൾ റോഷൻ ഉടനെ ഒരു ബുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഡിവോഷൻ ബുക്ക് എന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു വശം ഇത് റോഷനയുടെ ടൈം അലോൺ വിത്ത് ഗോഡ്. അപ്പോൾ ഒരു വശം ഇതിൻ്റെ യു ഷുഡ് റൈറ്റ് തെസ്സലോനിക്കൻ. രണ്ടാമത്തെ സൈഡ് അവിടെ പരിശുദ്ധാത്മാ എന്തൊക്കെ സംസാരിച്ചു? 1, ഞാൻ ബിലവഡ്, ഐ എം ദ ബിലവഡ് ഓഫ് ഗോഡ്, ഐ എം ചോസൺ, ഐ എം എലക്റ്റഡ്. അവിടെ എന്തോ ഇൻ ദ ലേബർ ഓഫ് ലവ്, പേഷ്യൻസ് ഓഫ് ഹോപ്പ്. അപ്പം പ്രത്യാശയ്ക്ക് ഒരു പേഷ്യൻസ് ഉണ്ട്. എഴുതുക, പ്രത്യാശ ഈക്വൽസ് പേഷ്യൻസ്. അപ്പം എനിക്ക് പേഷ്യൻസ് ഉണ്ടാകണം പ്രത്യാശയിൽ. അപ്പം ഈ ഓരോ വാക്കും പെറുക്കണം, ഓടിച്ച് വായിക്കരുത്. നിന്ന് ഇങ്ങനെ ഓരോന്നും വായിക്കുമ്പം വാട്ട് ഹാപ്പൻസ്? ഈ ഭാഗം ഡിവോഷണലായി. ഇപ്പുറത്തെ വശത്ത്, അപ്പം ഈ ഭാഗത്ത് എഴുതി, ഇപ്പുറത്തെ വശം ഇനിയും എഴുതാൻ പോവുക. അടുത്തത് ഇനി എഴുതുന്നത് ഒരു ലവ് ലെറ്ററാണ്. ഇത് ഞാൻ തുടങ്ങുന്നത് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞു. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. 2, താങ്ക് യു ഫോർ ദിസ് ഡേ. അപ്പം എന്തിനാ ജേണൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവെ താങ്ക് യു, ഇന്നത്തെ ദിവസത്തിനായി നന്ദി. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഞാൻ എഴുതും എല്ലാ ദിവസവും. എൻ്റെ ഡയറിക്കകത്ത് ആദ്യത്തെ പാരഗ്രാഫ് അതായിരിക്കും, സ്ട്രെങ്തൻ മൈ ഇന്നർ മാൻ. എൻ്റെ അകത്തെ മനുഷ്യനെ
അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണേ. കാര്യം എന്താ? എൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ മാത്രമേ ഓൺലി ദെൻ ഐ ക്യാൻ ബി ചോദിക്കുന്നതെന്നും നനയ്ക്കുന്നതെന്നും കിട്ടത്തുള്ളൂ ഫുൾനെസ് ഓഫ് ഗോഡ്. അതാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാം. ഇതൊക്കെ സീക്രട്ട് ആരോടും ഞാൻ പറഞ്ഞു കൊടുക്കാത്തതാണ്, നിങ്ങളോട് പറയുക. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ തുടങ്ങിയാൽ യു വിൽ ബിക്കം അഡിക്റ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. ഇത് ഒരു അഡിക്ഷനാണ്. ഞങ്ങൾക്ക് ഈ ഇന്നർ ചേമ്പർ പലരും പറയുന്നുണ്ട് നിർത്തരുത് എന്ന്. സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. നമ്മളൊരു ക്രൂസൈഡിനൊക്കെ പോകുമ്പോൾ 4-ാം ദിവസം നല്ല ഈ പരീക്ഷയൊക്കെ എഴുതുന്ന പിള്ളേർ അവസാനത്തെ പരീക്ഷ എഴുതത്തില്ലേ എന്ന് പറയുന്ന പോലൊരു ലാസ്റ്റ് മീറ്റിംഗ്. പക്ഷേ വെൻ യു സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ജീസസ്, ചിലർ പറയും ഹൗ ക്യാൻ യു സ്പെൻഡ് സോ മച്ച് അവർ. സ്നേഹിക്കുന്നവന് സമയം അറിയത്തില്ല. സ്നേഹത്തിൽ യു വിൽ ലൂസ് ദ സെൻസ് ഓഫ് ടൈം. അത് വരാനാണ് ഞാനീ പറയുന്നത്. വായിച്ചേ എഫീഷ്യർക്ക് ഇത് ലേഖനം 3:16. അതൊക്കെ ഞാൻ ഇത് എഴുതും. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഞാൻ എഴുതും. അവൻ തൻ്റെ എന്ന് എഴുതുമ്പോൾ എൻ്റെ പകരം ഞാൻ പറയുന്നു, പിതാവേ അങ്ങയുടെ മഹത്വത്തിൻ്റെ ധനത്തിന് തക്കവണ്ണം എൻ്റെ ആത്മാവിനാൽ എൻ്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ എൻ്റെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും ഞാൻ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് ഉയരവും അറിയാൻ സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും ആകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഞാൻ എഴുതും. ഇത് എഴുതുമ്പോൾ തന്നെ യു വിൽ ഫൈൻഡ് സംതിങ് ഹാപ്പനിങ്. ഇത് എഴുതുമ്പോൾ തന്നെ ഗുണം എന്താ? എഴുതുമ്പോൾ ചിന്ത വല്ലയിടത്തും പോകാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഫ്ലഷ് ജഡത്തെ പിടിച്ച് ഇതിനകത്തോട്ട് കൊണ്ടുവരിക. യു ആർ റൂട്ടിങ് യുവർ മൈൻഡ്. ഫാദർ, സ്ട്രെങ്തൻ മൈ ഇന്നർ മാൻ. ഫാദർ, താങ്ക് യു ഫോർ ദിസ് ഡേ. ഫാദർ ഓഫ് മൈ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. എല്ലാ ദിവസത്തെ എൻ്റെ ഡയറി എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇതെൻ്റെ ലവ് ലെറ്റർ. ഇപ്പുറത്തെ സൈഡ് എൻ്റെ ഡിവോഷൻ ആയിരുന്നു, ഇപ്പുറത്തെ സൈഡ് എൻ്റെ ലവ് ലെറ്റർ. എല്ലാ ദിവസവും എൻ്റെ പ്രണയ ലേഖനമാണ്. താങ്ക് യു. സ്ട്രെങ്തൻ ഫാദർ, സ്ട്രെങ്തൻ മൈ ഇന്നർ മാൻ ബൈ യുവർ സ്പിരിറ്റ് വിത്ത് മൈറ്റ്, that I will be established in the love of God, that Christ will dwell by faith in my life, that I will be filled with all the fullness of God. ഇത് എല്ലാ ദിവസവും തുടങ്ങണം. അവിടെ എന്ത് വെയിറ്റ് ചെയ്യണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണം, എന്നെ ഈ പറഞ്ഞതുപോലെ എൻ്റെ അകത്തെ മനുഷ്യനെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം. ഐ വോണ്ട് ടു ബി ഫിൽഡ് വിത്ത് ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. യു സ്റ്റാർട്ട് ടോക്കിംഗ്. പെന്നോടെ വെച്ചിരിക്കുക. അടുത്തത്, പിന്നെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, കർത്താവെ ഇന്ന കാര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് ഈസ് നൗ യുവർ ഇൻറ്റിമേറ്റ് ലെറ്റർ വിത്ത് ജീസസ്. ഇൻറ്റിമേറ്റ് ലെറ്റർ വിത്ത് ജീസസ്. ഞാൻ ആദ്യ കാലങ്ങളിൽ എഴുതുമായിരുന്നു, ഇന്നും എഴുതും. കർത്താവെ, അങ്ങയുടെ നാമം ലോകമെമ്പാടും എന്നിലൂടെ അറിയണം. ഞാൻ എൻ്റെ സഭ പണിയും എന്ന് അങ്ങ് പറഞ്ഞല്ലോ. സ്വർഗീയരുന്ന ആ സഭയാക്കി. ദാറ്റ് ഈസ് മൈ ഇൻറ്റിമസി. അത് ഞാൻ ആർക്കും കാണിക്കത്തില്ല. കാര്യം എന്താ? ഇത് എൻ്റെ ബെഡ്റൂമായിപ്പം ഞാനും യേശുവും തമ്മിൽ ഇൻറ്റിമസി. ആൻഡ് യു ഷുഡ് കീപ്പ് ഓൺ റൈറ്റിംഗ്. ആ പേജ് അവസാനിപ്പിക്കുന്ന പോലെ. വിച്ച് മീൻസ് by the time you have finished writing, I am sure you will be lost in his presence. Now comes എഴുതി കഴിയുമ്പം you are now into the presence of God. You are now in the inner chamber, which will lead you to the upper chamber. Now you are in the inner chamber ലോട്ട് കയറുന്ന ഒരു അനുഭവമാണ്. And there you will hear a voice, be still and know that I am God. Be still.
മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയുക. അവിടെ ഈ ഡയറി ഇവിടെ എഴുതി കഴിയുമ്പം ക്ലോസ് യുവർ ഐസ്, അപ്പോഴത്തേക്ക് യു ആർ ഗോൺ. കാര്യം എന്താ? യു റോട്ട് യുവർ പേഴ്സണൽ ചലഞ്ചസ്, യുവർ പേഴ്സണൽ ഡയറി. കർത്താവെ, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇത് അത്. കർത്താവെ, ഇതൊക്കെയാണ് എൻ്റെ വിഷ്. ഇതാ, ഐ നോ ഐ ലവ് യു സോ മച്ച്. I love you. You are my redeemer. You are my savior. You are my lover. You are my best friend. You are my husband. You are my all in all. You are my everything. It's pouring your heart to Jesus in a love. എഴുതണം. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ബിലീവ് മീ, ടൈമിലോൺ എഴുതി കഴിയുമ്പോൾ എനിക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണം. യു വിൽ ബി ലോസ്റ്റ്, ബ്ലോൺ ഓഫ്. അവിടെ ആ ബ്ലോൺ ഓഫ് ലെവലിൽ എത്തുമ്പം യു ആർ സ്റ്റിൽ. ആൻഡ് ദെൻ ദ ഡീപ്പ് സ്റ്റാർട്ട്സ് ടു സ്പീക്ക് അൺ ടു ദ ഡീപ്പ്. ആഴത്തോട് ഞാൻ പറഞ്ഞല്ലോ, പ്രണയത്തിലിരിക്കുന്ന ഒരു ഭാര്യ ഭർത്താവ്, ഭയങ്കര സ്നേഹമാണ്. അനി എന്നെ നോക്കിയാൽ അനി എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഞാൻ അനിയെ നോക്കിയാൽ അനിക്കറിയാം. അവിടെ സംസാരമില്ല. ഒരു ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് കാണുമ്പോൾ അറിയാം അദ്ദേഹം പറഞ്ഞു വരുന്ന മെസ്സേജ് മുഴുവൻ. ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ കാണാൻ മേലെ ഭാര്യ ഭർത്താവിനെ നോക്കുമ്പം ഉടനെ നമുക്കറിയാം എന്തോ വരുന്നവർക്കറിയത്തില്ല. പക്ഷെ പ്രണയത്തിലായിരിക്കുന്ന, സ്നേഹത്തിലിരിക്കുന്ന ഭാര്യയും ഭർത്താവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർ മുഖാമുഖം കാണുമ്പോൾ ദേ ആർ ടോക്കിംഗ് ഫേസ് ടു ഫേസ്. അവരുടെ കണ്ണാ സംസാരിക്കുന്നത്, അവരുടെ ഹൃദയമാ സംസാരിക്കുന്നത്. വാ മിണ്ടാതിരിക്കുക. ആ ലെവലാണ് സ്റ്റിൽനെസ്. വെൻ യു വിൽ സീ ജീസസ്, ഐ ടെൽ യു, ഈ ടൈം അലോണിനകത്ത് യു വിൽ സീ ജീസസ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ ഒരു നാളും കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് തെറ്റാ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സാക്ഷി യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് കർത്താവിനെ കാണാനുള്ള സാധ്യത. ദിസ് ഈസ് ദ ടൈം ഓഫ് എക്സ്പെക്റ്റൻസി. യു വിൽ സീ ഏഞ്ചൽസ്. You will see Jesus. You will see God the Father. You can now starts that supernatural time. അപ്പം you are so excited and energized. ഉറക്കമൊക്കെ പോവും, എക്സൈറ്റ്മെൻ്റ് ആകും. കാര്യം എന്താ? Now you are in the stillness of God. You are in the stillness of God. അത് കഴിഞ്ഞ് you will feel, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, that the Holy Spirit is slowly lifting off. Meaning the time alone with God is getting over. When you are in His presence, ഇപ്പം I know, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്ലാങ്കറ്റ് വീണ് കഴിഞ്ഞിരിക്കുക. And when the blanket falls, it is so tasty. ഇത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ആദ്യമേ സ്ട്രഗിൾ ചെയ്യുമായിരിക്കും. ആദ്യമേ ഞാൻ ഈ പറഞ്ഞ ഒന്നും തോന്നത്തില്ല. പക്ഷെ വിടരുത്. പേഷ്യൻസ്. തെസ്സലോനിക്കർക്ക് ഇന്ന് വായിച്ച എന്തായിരുന്നു? ഒറ്റ വാക്ക് അതിനകത്ത് നമുക്ക് കിട്ടി. ലേബർ ഓഫ് ലവ്, പേഷ്യൻസ് ഓഫ് ഹോപ്പ്. പേഷ്യൻസ് ഓഫ് ഹോപ്പ്. ഐ വിൽ ഹോപ്പ് വിത്ത് പേഷ്യൻസ് ദാറ്റ് ഐ വിൽ റിസീവ് ദിസ്. then you will start talking to Jesus. ഹൃദയപൂർവ്വമായി, കർത്താവെ അറിയാമല്ലോ ഇതൊക്കെ ചെയ്യേണ്ടി എനിക്ക്, അതിനുള്ള ബലം. ഡീപ്പ് സ്പീക്സ് അൺ ടു ഡീപ്പ്. വാട്ട് എ ഗ്ലോറിയസ് ലൈഫ്. ഞാൻ വീണ്ടും പറയാം, ഈ വചനം ജീവനാണ്. The word is the light of life. It has life. Chaitanyama. I can already feel such a love and fire of the Holy Spirit here and in you. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. I can know. ഇത് ഞാൻ ഈ പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് കർത്താവിനോട് സംസാരിക്കുമ്പോൾ എന്തൊരു അനുഭവമാണ് ഓർത്ത് നോക്കിക്കേ. യു വിൽ ബി അഡിക്റ്റഡ്. ഞാൻ പറഞ്ഞ ചുമ്മാ പറയല്ല. യു വിൽ ബി അഡിക്റ്റഡ് ടു ജീസസ്. And this addiction is so good. ഈ ലഹരി ഭയങ്കര ഗുണമുള്ളതാണ്. That you will communicate, you will be aware. എന്നിട്ട് ഈ ടൈം അലോൺ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങുമ്പോൾ you are clothed with His glory, clothed with power, clothed.
ഇന്നർ ചേംബറുടെ മെസ്സേജിൻ്റെ ആദ്യത്തെ ദിവസങ്ങൾ ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞിനെയൊക്കെ പിടിച്ച് ഇരുത്തി സ്കൂളിൽ വിടുക അമ്മ, വായിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക, ഡ്രസ്സൊക്കെ ചെയ്ത്, മോനെ ഇന്ന് വരുമ്പോൾ ഞാൻ 5 സ്റ്റാർ വാങ്ങിച്ചു തരാം, ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. അത് കഴിഞ്ഞ് ഇറങ്ങുമ്പം എന്ത് ധൈര്യത്തോടെ കുഞ്ഞിറങ്ങുന്നത്. അതുപോലെ അന്നത്തെ ദിവസത്തിന് മുഴുവൻ യുവർ ലൈഫ് വിൽ ബി ചാർജ്ഡ് വിത്ത് ലൈഫ് ആൻഡ് യു വിൽ ലൈറ്റൻ അപ്പ്. എന്ന് പറഞ്ഞാൽ എന്താ? അറിവില്ലായ്മ മുഴുവൻ അങ്ങ് മാറും, ഇഗ്നോറൻസ് മുഴുവൻ അങ്ങ് പോകും. യേശു നല്ലവനല്ലേ? യേശു സിമ്പിൾ അല്ലേ പ്രിയമുള്ളവരെ? എൻ്റെ ആഗ്രഹം എന്നെപ്പോലെ തന്നെ നിങ്ങളും യേശുവിൻ്റെ പ്രാന്തനാകണം, യേശുവിന് വേണ്ടി പ്രണയത്തിൽ അങ്ങ് മുങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ ടെൽ യു, ലോകത്തിലെ മുഴുവൻ സമ്പത്ത് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വെച്ചാലും നിങ്ങൾ പറയും എനിക്ക് യേശു മതി. കാരണം ഞാൻ ഈ പറയുന്ന അനുഭവം ചെറുതല്ല. ഇറ്റ് ഈസ് സച്ച് എ ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇറ്റ് ഈസ് സച്ച് എ ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യാനോ ഇതിന് തുല്യമായി ലോകത്തിലൊന്നുമില്ല. പണത്തിന് പറ്റത്തില്ല, ബന്ധങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒരു പുതിയ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, ഇനി ഞാൻ ജഡപ്രകാരം ആരെയും അറിയുന്നില്ല. എനിക്ക് ഇന്നയാളെ അറിയാം, പ്രധാനമന്ത്രിയെ അറിയാം, മറ്റേയാളെ അറിയാം. ഐ ഡോണ്ട് കെയർ. What matters is I am a new creation and my Lord is Jesus. I'll tell you, this is a whole new world. ഒരു പുതിയ, അതുകൊണ്ടാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്തവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞത്. നോക്ക്, ഒരു കുഞ്ഞ് 9 മാസം അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പം വെളിച്ചമില്ല, ഒന്നുമില്ല, ഡാർക്കാ, വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കുക. അമ്മയുടെ അംബ്ലിക്കൽ കോർഡ് വഴി തനിക്ക് ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ പ്രസവിക്കുമ്പോൾ പുതിയൊരു ജീവിതം, വെളിച്ചം, സ്വയമേ ശ്വാസം എടുക്കാൻ തുടങ്ങുന്നു. ആ മിസ്റ്ററി ഇന്നും മെഡിക്കൽ സയൻസിന് പിടികിട്ടിയിട്ടില്ല പ്രിയമുള്ളവരെ. ഞാൻ ഒത്തിരി ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ദാറ്റ് ഈസ് എ മിസ്റ്ററി. വെള്ളത്തിൽ കിടക്കുന്ന കൊച്ച് വെളിയിൽ വരുമ്പം ഒരടി അടിക്കുമ്പം ശ്വാസം എടുക്കുന്നു. ഈ ലങ്സിനകത്ത് എങ്ങനെയാണ് വെള്ളം കയറുക? ഇത്ര നാളും ആ വെള്ളത്തിനകത്തല്ലേ കുഞ്ഞ് കിടന്നേ. ഇത് മിസ്റ്ററി അറിയത്തില്ല. സയൻസിനൊന്നും ഇതിന് മറുപടിയില്ല. ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഇതൊന്നും പരിണാമമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാ. ഇറ്റ് ഈസ് സോ ആ സൃഷ്ടിയുടെ രാജ്യത്തിലോട്ട് നിങ്ങൾ പ്രവേശിക്കുക. ടൈം അലോൺ വിത്ത് ഗോഡിനകത്ത്. യു ആർ നൗ ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ്. അതുകൊണ്ടാണ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കേണ്ടത്. ഇനി കഴിഞ്ഞ ദിവസങ്ങൾ പോലെ വയറ്റിനകത്ത് ഇരുട്ടത്ത് വെള്ളത്തിനകത്തല്ല കിടക്കുന്നത്, വെള്ളത്തിൽ നിന്ന് വെളി വന്നു, കണ്ണ് തുറന്നു, വെളിച്ചമായി. ജീവൻ്റെ വാക്കായി. എന്നെ ഇനി സാറ്റിസ്ഫൈ ചെയ്യണോ? എനിക്ക് ജീവൻ്റെ വചനം കിട്ടണം. വചനമില്ലാതെ എൻ്റെ അകത്തെ മനുഷ്യൻ പെടയ്ക്കും. ജീവൻ്റെ വചനം താ എനിക്ക്. ഗിവ് മീ ദാറ്റ് ഫുഡ് വിച്ച് ഈസ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ് ഓഫ് ലൈഫ്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ്. ഐ നോ ആൻഡ് ഐ നോ something is happening everywhere. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ഐ നോ യു വിൽ fall in love with യേശുവായിട്ട് പ്രണയബന്ധത്തിലൊന്ന് ആയിക്കേ. അത് കഴിഞ്ഞാൽ പിന്നെ ആരെന്നാ പറഞ്ഞാലും മൈൻഡ് കാണത്തില്ല, വിഷമമില്ല, പരാതിയില്ല, ഒന്നിനും സുവിശേഷവേല കാരണം ഞാൻ കഷ്ടപ്പെടുന്നു പറയത്തില്ല. ഇതൊരു ആനന്ദമാണ്. കഷ്ടപ്പെടാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ, ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എൻ്റെ നാഥന്, എൻ്റെ കർത്തന്, എനിക്ക് വേണ്ടി മരിച്ചവന്, എൻ്റെ പ്രാണപ്രിയന്. ഹീ ഈസ് മൈ ലോർഡ്, ഹീ ഈസ് മൈ മാസ്റ്റർ, ഹീ